വാർത്തകൾ തുടരുന്നു. നാട്ടിക ബി.എഡ് സെന്ററിലെ പുതിയ അകമഴിഞ്ഞ സഹകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബിൽഡിംഗും ഈ സംവിധാനം ഇന്ന് നമുക്കിവിടെ നിലനിൽക്കാൻ സാധിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ നടത്തിപ്പും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഭൂമിയും ഇത് സംബന്ധിച്ച അന്നത്തെ സാഹചര്യത്തിൽ ഈ ബിൽഡിംഗ് ഒരു എംപിയുടെയും MLA-യുടെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നൊരു ബിൽഡിംഗ് സംവിധാനം വരുമ്പോൾ നാട്ടിലേക്കൊരു ടെമ്പററി B.Ed സെന്റർ ആവശ്യമാണെന്നും അത് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് കൂടി പ്രാബല്യത്തിൽ വരാനും അതിനുവേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ തീരദേശത്തിന്റെ മണ്ണിൽ ഈ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകളിലായി ഈ ഒരു സംവിധാനം വരുമ്പോൾ ഏതമ്മമാർക്ക്, ഏത് പേരൻസിന്, ഏത് നാട്ടുകാർക്ക് ഇതിലും വലിയ അഭിനന്ദനവും സന്തോഷം ഉണ്ടാവാതിരിക്കും. അവിടെ പറയുന്നു 30 വർഷ കാലപരിധി അല്ലെ പ്രസിഡന്റ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഏത് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 2011-12 ബഡ്ജറ്റ് സെക്ഷന്റെ ചർച്ച നിയമസഭാ സമ്മേളന സമയത്താണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന പ്രിയപ്പെട്ട അധ്യാപകനും ഇവിടുത്തെ ചില PTA പ്രിൻസിപ്പൽ CA ഗീത അധ്യക്ഷയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, AU ഷമീന, വിമൽകുമാർ, K വിജയൻ, NK വിശ്വനാഥൻ, PT സബിത, പ്രജിത പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്പയാർ സബ് രജിസ്ട്രാർ ഓഫീസിൽ മോഷണശ്രമം. ഓഫീസിന്റെ വടക്ക് ഭാഗത്തെ വാതിലിന്റെ നീക്കുതണ്ട് കൊളുത്ത് അറുത്തുമാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. രജിസ്ട്രാർ, ഹെഡ് ക്ലർക്ക് എന്നിവരുടെ മേശവലിപ്പുകളും ഫയലുകളും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. എന്നാൽ 2 ലക്ഷം രൂപയോളം സൂക്ഷിച്ചിരുന്ന റെക്കോർഡറും മോഷ്ടാവിന് തുറക്കാനാകാത്തത് മൂലം വലിയ നഷ്ടം ഉണ്ടായില്ല. MLA ഗീതാ ഗോപി, വലപ്പാട് PC രാമനാഥൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പഴകി ദ്രവിച്ച പഴയ അലമാരികൾക്ക് പകരം പുതിയവ അനുവദിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുമെന്ന് ഗീതാ ഗോപി MLA പറഞ്ഞു. തൃപ്പയാർ പോളി ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കള്ള് ഷാപ്പിന് മുന്നിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. തൃപ്പയാർ പ്രദേശത്ത് ഏറെക്കാലമായി ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന തിരുവനന്തപുരം പാറശാല സ്വദേശി വേണുഗോപാലൻ നായരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാപ്പിന്റെ പുറത്ത് ചുമരിനോട് ചേർന്ന കസേരയിൽ ഇരുന്ന് മരണപ്പെട്ട നിലയിലാണ് കണ്ടത്. 70 വയസ്സ് പ്രായം ഉള്ള ആളാണ്. ഇയാളുടെ പാണ്ടക്കെട്ടും കുടയും ബാഗും സമീപത്ത് ഉണ്ടായിരുന്നു. വലപ്പാട് PC രാമനാഥൻ, വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K സജി തുടങ്ങിയവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം വലപ്പാട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.